മകന് ഷൈനിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ ഒരു കാര്യം വരുന്നുണ്ട്. എൻ്റെ പൊന്നെ കേട്ടോ, അങ്ങനെ ഒരു പരാതി ഇല്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളൊരു കംപ്ലയിൻറ്റ്, ചെറിയൊരു കംപ്ലയിൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇത് കാണുമല്ലോ. നിങ്ങൾ അന്വേഷിക്കുക. അന്വേഷിച്ചിട്ട് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഇല്ലാത്ത പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരാതിയേ ഇല്ല. അങ്ങനെ ഒരു പരാതി കൊച്ചെന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ചേച്ചിക്ക് കിട്ടുന്നേ. സത്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ഇങ്ങനെ കൊടുത്ത പറയാൻ അതിനൊരു തെളിവുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഒരു ഇത് കാണുമല്ലോ. നിങ്ങൾ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ അവിടെ അവർ പറഞ്ഞു കേട്ടു, ഇവിടെ പറഞ്ഞു കേട്ടു എന്ന് പറയാൻ എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. ഷൈനി ഇവിടെ എല്ലാവരുമായിട്ടും എങ്ങനെയായിരുന്നു? ഞങ്ങളിവിടെ യോജിച്ച് ഇവിടെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ഒരു കുടുംബം കണ്ടില്ല. ഇവിടെ ഒരു വേലക്കാരിയെ പോലെയാണ് നിങ്ങൾ കണ്ടതെന്നാണ് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിയുന്ന പണിയാ. അത് അവൾ തന്നെയാന്ന് എന്തും പറഞ്ഞാട്ടെ, എനിക്കതൊന്നും ഒന്നും പറയാനില്ല. എനിക്ക് എന്തും പറഞ്ഞാട്ടെ. അത് പോലീസ് ഇടപെടുന്നുണ്ട്. ശരിയായ മാർഗം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. തെറ്റ് ചെയ്തിട്ടില്ലെന്നാണോ? അവനെയും തെറ്റ് പറയുന്നില്ല, ഞാൻ അവളെയും തെറ്റ് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം ഇങ്ങനെ തളർന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇത് എന്തോ വച്ചോട്ടെ, എന്തോ ഇത് എനിക്ക് അതിന് കാരണം ഇവർ രണ്ടുപേരും കൂടെ യോജിച്ച് രാവിലെ തൊട്ടേ എല്ലാം ചെയ്യുന്ന കണ്ടേക്കണം.